സിസിലി കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തളര മുറുക്കാൻ ആ പീസിന് എവിടെ കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ മാടക്കടയിലും ഈ കഞ്ചാവ് മേടിക്കാൻ കിട്ടുമായിരുന്നു. എന്നിട്ട് ഈ കേരളത്തിലുള്ള മുഴുവൻ പേരും കഞ്ചാവ് വലിക്കുന്നുണ്ടായിരുന്നു. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ഈ മദ്യം എങ്ങനെ നിങ്ങൾ വിൽക്കും? മദ്യം സർക്കാർ വിൽക്കുന്നതാണ്. സർക്കാർ വിൽക്കുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ വിൽക്കും? ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടെ നിലപാടിന്റെ കാര്യമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഈ രാജ്യത്തുണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇയാള് പറയുന്നു, ഞാൻ പറയുന്നു അല്ലേ നമ്മുടെ ചർച്ച? ഇയാൾ ഇവിടുത്തെ പ്രസിഡന്റ് ആണോ? അല്ല. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. ഇടത്തില്ല. ഇത്രയും നാള് ഇപ്പം ഇറാഖില് അമേരിക്കക്ക് ആണവായതുണ്ടല്ലോ, യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? അഫ്ഗാനിസ്ഥാനില് എന്താ ഇടാഞ്ഞേ? ലിബിയയില് യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? സിറിയ യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? റഷ്യയും യുക്രൈനും നടക്കുന്ന യുദ്ധത്തിൽ എന്താ ഇടാത്തെ? അതോരോ യുദ്ധതന്ത്രങ്ങളല്ലേ. അപ്പൊ ഈ തന്ത്രം എന്ന് പറയുന്നതിനാണ് യുദ്ധതന്ത്രങ്ങൾ, സാധനം കയ്യിലിരിക്കുന്നുണ്ട്. തനിക്ക് ആ വിഷയം അറിഞ്ഞുകൂടാതെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാമെങ്കിൽ തനിക്ക് അല്പമെങ്കിലും ഉണ്ടാകും. ഞാനിത് പ്രതീക്ഷ തന്നെ വന്നത്. നിർത്തി നന്നായിക്കോണെന്ന് പറഞ്ഞ ശാന്തി കളയാടുന്ന അന്തരീക്ഷമാണെങ്കിൽ, എല്ലാ കാര്യവും ബോധമുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്റെ വായിക്കാതെ ഇങ്ങോട്ട് ഒഴുകുന്നതാ. ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. ഇപ്പം ഈ നിമിഷം ഇവിടെ നടക്കണം. നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴി മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്. ഹാർവേഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. അങ്ങയുടെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയും. എനിക്ക് ഈ മേഖലയിലകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല. താങ്ക് യു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂടാ. ലെജിറ്റിമേഷന് വേണ്ടി അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ എടുത്തോണ്ട് വന്ന് സംസാരിക്കുന്നൊന്നുമല്ല ഡിബേറ്റ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് പറ്റി നമ്പൂരിസ? ഒന്ന് വീണു. എന്താ, എനിക്ക് വീണൂടെ? അല്ല, നിങ്ങളെ പോലെ വലിയൊരാള് അടി തെറ്റിയ ആനയും വീഴും. ബൈ ബൈ.